ഹായ്, ഞങ്ങളിതൊരു കുഞ്ഞുത്സവം കൂടാൻ പോയി കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് വിഷ്ണുവൊക്കെ നേരത്തെ താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു കുഞ്ഞമ്പലം, ഇത് കുറച്ച് ഉള്ളിലോട്ടുള്ളൊരു സ്ഥലം കേട്ടോ. അവിടുത്തെ ഒരു ചെറിയ അമ്പലമാണ്. ആ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. കുറേ വർഷങ്ങൾ കൂടി, ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തെങ്ങാണ്ട് പോയതാണ്. പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. ഞാൻ, വിഷ്ണുവിൻ്റെ ചേച്ചിയും കുട്ടികളും വല്യമ്മയും കുഞ്ഞും ഞങ്ങളാണ് ഉണ്ടായിരുന്നത്. കുറച്ച് ഉള്ളിലോട്ടാണ്. ഞങ്ങളിങ്ങനെ അമ്പലത്തിലേക്ക് ചെന്നു. അവിടെ 10 മണിക്ക് പൊങ്കാലയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ 10 മണിക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പൊങ്കാലയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും പൊങ്കാലയൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്ന സമയത്താണ് ഞങ്ങൾ ചെന്നത്. എന്നിട്ട് പിന്നെ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് അമ്പലത്തിലൊന്ന് കയറി തൊഴുതു. അത് കഴിഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ ഫാമിലിയിലുള്ള കസിൻസും അവരുടെ മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ പ്രസാദമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ കുറേ സമയം ഉണ്ടായിരുന്നുണ്ട്. തൊട്ട് താഴെ തന്നെ ആറുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണുവിൻ്റെ ഫാമിലിയിലും വന്നതിന് പിന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന, ഇവർ പണ്ട് താമസിച്ച സ്ഥലത്ത് ആറും അവിടെ ഇവർ കസിൻസും എല്ലാവരും അടുത്തടുത്ത് താമസിച്ചിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ കളിക്കാൻ പോകുന്നതും കുളിക്കാൻ പോകുന്നതും അങ്ങനെ ഫുൾ എപ്പോഴും ഇവരുടെ കഥയിലെല്ലാം ഇവരുടെ നൊസ്റ്റാൾജിയയിലെല്ലാം ഈ ആറുണ്ടായിരുന്നു. അപ്പോൾ ആ ആറ്റിൽ ഞങ്ങളും പോയി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ശാന്തമായ ഒരു സ്ഥലമാണ്. പിന്നെ വിഷ്ണുവിൻ്റെ കസിൻസാണ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അവരുടെ മക്കളുണ്ടായിരുന്നു. ഭയങ്കര നല്ലൊരു ഫാമിലി ടൈമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മോനെ കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് അവനെ വെള്ളത്തിലിറക്കിയതാ. പിന്നെ അവൻ കയറിയിട്ടേ ഇല്ല. ഈ വീഡിയോയുടെ ലാസ്റ്റ് അത് കാണാം. ഇത് പിന്നെ ഞാൻ വെറുതെ നമുക്കിങ്ങനെ വെള്ളത്തിലൊക്കെ ഈ ആറ്റിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ആറ്റിലേക്ക് ഒരു മരമൊക്കെ നിൽപ്പുണ്ടെങ്കിൽ ആ മരത്തിലൊക്കെ പിടിച്ചിട്ട് ഒരു ഫോട്ടോ മസ്റ്റ് ഹാവ് ആണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോ ഒക്കെ ഞാൻ അവിടെ എൻ്റെ കസിനെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അയാൾ വെള്ളത്തിൽ നിന്ന് കയറുന്നേ ഇല്ലായിരുന്നു. അയാളെ പൊക്കി എടുക്കുമ്പോഴത്തേക്ക് അയാൾ കിടന്നങ്ങോട്ട് കാറുമായിരുന്നു. പിന്നെ അയാൾ ഇങ്ങനെ കാല് നനച്ചു, ഡ്രസ്സ് നനച്ചു. പിന്നെ ഡ്രസ്സെല്ലാം ഊരി കളഞ്ഞിട്ട് ഫുൾ വെള്ളത്തിൽ കിടക്കുമായിരുന്നു. തിരിച്ചിങ്ങോട്ട് എടുത്തോണ്ട് വരാനായിട്ട് നല്ല പാടുപെട്ടു. നല്ല കാരശായിരുന്നു. പിള്ളേരെല്ലാം ഇതേണ്ട വെള്ളത്തിലായിരുന്നു. അയാൾ വെള്ളത്തിൽ കളിക്കുന്നുണ്ടോ. അയാൾ ആദ്യമായിട്ടാണ് അയാൾ ഇത്തരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ ചാടുന്നത്. ഇങ്ങനെ ഒരു ആറ്റിലെ കുളിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ അയാൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നന്നായിട്ട് അവനെ എൻജോയ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഓട്ടോ വിളിച്ച് നേരെ വീട്ടിൽ പോയി. റോഡ് അത്ര നല്ല റോഡൊന്നുമല്ല, പക്ഷെ നല്ലൊരു ദിവസമായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല ഹാപ്പി ആയിരുന്നു.